അവിടെയല്ലേ അല്ലേ? ഹാപ്പി ദിവാലി, എല്ലാവർക്കും ഹാപ്പി ദിവാലി കേട്ടോ. ഞാന് പിന്നേന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, കുറെ നേരം കിടക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ലൈവ് പോവാ വിചാരിച്ചു, നിങ്ങളോട് വർത്താനം പറയാന്ന് വിചാരിച്ചു. 5 പേരുണ്ട് ലൈക്ക്. വിനിഷേട്ടാ ലൈക്ക് അടിക്കണേ. എല്ലാരും ലൈക്ക് അടിച്ച് കയറിവായോ. റെസ്റ്റ് എടുക്ക് സൗമ്യ എന്ന് പറയുന്നുണ്ട്. റംലി വന്നിട്ടുണ്ട്, ഹായ് പറയുന്നുണ്ട്. റെസ്റ്റ് എടുക്കുകയാണ്, ഞാൻ ഇരിക്കാ കിടക്ക, പിന്നെ എന്തോ ചെയ്യാനാ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ ഇങ്ങനെ കാണാന്നൊക്കെ. ജോ ചോദിച്ചു സൗമി എന്തായിന്ന്. ജോയോട് പറഞ്ഞേരെ സുഖായി. അന്നേരം ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഒരു ചുമ വന്നത്. ഒരു ചുമ വന്നിട്ട് ഞാൻ പെട്ടുപോയി. പിന്നെ പിറ്റേ ദിവസം തന്നെ വർഗീസേട്ടൻ വന്നിട്ടുണ്ട്. വിനീഷ്ന്ന് വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ചില്ല വർഗീസേട്ടൻ. വർഗീസേട്ടാ ഞാൻ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇരിക്ക കിടക്ക തിന്ന, ഇരിക്ക കിടക്ക തിന്ന. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇപ്പൊ മടുത്തു. 2 ദിവസം കിടന്നപ്പോഴത്തേനും മടുത്ത്. വേദന ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ട് ഇരിക്കുവായിരുന്നു ഞാന്. അപ്പോഴത്തേനും എനിക്കൊരു ചുമ വന്നു. റംലു എവിടുന്നാ വന്നേന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ എത്തിയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. രാവിലെ 7 മണിക്ക് കയറിയതല്ലേ പ്രൊസീജിയറിന്. 6 മണിക്കൂർ അവര് മറ്റേ ഇത് ചെയ്യാൻ വെച്ചു. അത് നിരീക്ഷിക്കാൻ പറ്റില്ലേ അവിടെ, അതിനെന്താ പറയാ. അത് കഴിഞ്ഞപാട് രാത്രി 10 മണി ആയപ്പോഴത്തേനും വിട്ടു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് റിമൂവ് ചെയ്യുക, ആ ഭാഗം കരിച്ചു കളയുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊസീജിയർ. ഇനി 27-ാം തീയതി പോണം. ആണോ ചോദിക്കുന്നത്. റംലു ആർക്കും ഇങ്ങനത്തെ ഒന്നും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ക്യാമറ എന്തായാലും നമ്മള് ഓഫ് വിനിഷേട്ടാ എനിക്കുണ്ടല്ലോ എല്ലാരും പറയുന്നത്, പിന്നെ എനിക്കിനി നല്ല കഥ അതുകൊണ്ട് ആണ് എല്ലാം സ്റ്റെക്ക് ആയോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റെക്ക് ആയോ?